ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ കാളിദാസ് 2 എന്ന മിസ്റ്ററി ത്രില്ലർ സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയങ്ങളാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീൻ തന്നെ കോടതിയിൽ നടക്കുന്ന ഒരു കേസാണ് നമ്മളെ കാണിക്കുന്നത്. നടരാജ് എന്ന പേരിലുള്ള ഒരു വക്കീൽ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി വാദിക്കുകയാണ്. ഈ നടരാജ് വളരെ സത്യസന്ധനായ ഒരാളാണ്. ഇപ്പോൾ അയാൾ ഒരാളെ ഡിഫെൻഡ് ചെയ്ത് ഭയങ്കരമായി സംസാരിക്കുന്നുണ്ട്. ആർക്കു വേണ്ടിയാണ് പുള്ളി ഇത്രയും വാദിക്കുന്നതെന്ന് വ്യക്തമായി കാണിക്കാതെ ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഹീറോ കാളിദാസിനെ കാണിക്കുന്നു. ഭരതാണ് ഈ റോൾ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയുടെ കോൾ വരുന്നു. ഞാനും എൻ്റെ ഭർത്താവും വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് ആളുകൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്, വേഗം വന്ന് രക്ഷിക്കണം എന്ന് അവൾ പറയുന്നു. ആ സ്ഥലത്തേക്ക് ജീപ്പിന് പോകാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ പതുക്കെ വാ, ഞാൻ മുന്നേ പോവാന്ന് പറഞ്ഞ് കാളിദാസ് മാത്രം ഇറങ്ങി ഓടാൻ തുടങ്ങുന്നു. കാടിനോട് ചേർന്നാണ് ആ വീടുള്ളത്. വീടിനടുത്ത് എത്തിയ ഹീറോ വാതിൽ മുട്ടുകയാണ്. അപ്പൊ തന്നെ അകത്ത് നിന്ന് കുറച്ച് പേര് ചാടി പുറത്തേക്ക് ഓടുന്നുണ്ട്. ഇവന്മാരാണ് അറ്റാക്ക് ചെയ്തതെന്ന് കരുതി ഹീറോ അവരെ തടഞ്ഞു നിർത്തി ഫൈറ്റ് ചെയ്യുന്നു. അവർ ആയുധങ്ങൾ വെച്ച് ഹീറോയെ അറ്റാക്ക് ചെയ്യുന്നു. ഹീറോയുടെ കയ്യിലൊക്കെ പരിക്കേൽക്കുന്നുണ്ട്. അതെല്ലാം വകവയ്ക്കാതെ വീടിനുള്ളിൽ പോയി അവർക്ക് എന്ത് സംഭവിച്ചെന്ന് നോക്കണം എന്ന് ഹീറോ കരുതാണ്. അങ്ങനെ ഹീറോ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറുന്നു. മാഡം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ ആ ഭാര്യയും ഭർത്താവും ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നതാണ് കാണുന്നത്. ആ ഓടിപ്പോയമാര് കൊന്നിട്ട് പോയതായിരിക്കും എന്ന് ഹീറോ കരുതുന്നു. ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൂജാമുറിയിൽ ആരോ ഇരിക്കുന്നതായി തോന്നുന്നുണ്ട്. അവിടെ ഇരിക്കുന്നത് മറ്റാരുമല്ല, ആ പെൺകുട്ടിയുടെ അച്ഛനാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് സംഭവം പിടികിട്ടുന്നത്. അവർ ജാതി മാറി കല്യാണം കഴിച്ചതുകൊണ്ട് അച്ഛൻ തന്നെ ആളുകളെ കൂട്ടി വന്ന് മകളെ കൊല്ലാൻ തീരുമാനിച്ചതാണ്. ഗുണ്ടകൾ രക്ഷപ്പെട്ടോടി, പക്ഷെ അച്ഛൻ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. മകളെ കൊന്നല്ലോ എന്ന മട്ടിൽ അയാൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇതൊരു ദുരഭിമാന കൊലയായിട്ടാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. ഹീറോ ഈ വിവരം മേലുദ്യോഗസ്ഥർക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കമ്മീഷണർ ഹീറോയോട് ചോദിക്കുന്നുണ്ട്, താൻ എന്തിനാണ് ഒറ്റയ്ക്ക് പോയത്? കയ്യിൽ കൊണ്ട് വെട്ട് കഴുത്തിലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? തന്നെ പോലൊരു നല്ല പോലീസുകാരനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. ഹീറോയോട് വളരെ സപ്പോർട്ടീവായിട്ടാണ് കമ്മീഷണർ സംസാരിക്കുന്നത്. പിന്നീട് ഒരു അപ്പാർട്ട്മെന്റിലെ ദമ്പതികളെ കാണിക്കുന്നു. ഭർത്താവിന്റെ പേര് ഗോകുൽ, ഭാര്യ സഞ്ജു. ഇവർക്ക് മിത്ര എന്ന പേരുള്ള 4 വയസ്സുകാരിയായ ഒരു മകളുണ്ട്. ഇവർ ബാൽക്കണിയിൽ നിൽക്കുന്നത് ആരൊരാൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതാരാണെന്ന് വ്യക്തമായി കാണിക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ സ്റ്റീഫൻ എന്ന പേരുള്ള ഒരാളെ കാണിക്കുന്നുണ്ട്. ഇവനാണ് രാത്രി അവരെ ശ്രദ്ധിച്ചത്. ഇവനൊരു പെറ്റ് ഡോഗ് ഉണ്ട്. മിത്ര എന്ന ആ 4 വയസ്സുകാരി ഇവന്റെ ഡോഗിനെ കാണാൻ വരുന്നു. അവളുടെ കയ്യിൽ ഒരു കളിപ്പാട്ട ഡോഗ് ഉണ്ട്. അവൾക്ക് ഒറിജിനൽ ഡോഗിനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ മനഃപൂർവ്വം അവിടെ നിന്നും നടക്കാൻ തുടങ്ങുന്നു. ഞാൻ നടന്നാൽ അവൾ ഫോളോ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ നടക്കുന്നത്. അതുപോലെ തന്നെ മിത്ര തന്റെ കളിപ്പാട്ട ഡോഗിനെയും വലിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. അവൻ ലിഫ്റ്റിൽ കയറുന്നു. ആ കുട്ടിയും കയറാൻ വേണ്ടി വരികയാണ്. അപ്പോഴേക്കും മിത്രയുടെ അച്ഛൻ ഗോകുൽ അവിടേക്ക് വരുന്നു. മിത്ര, നീ എന്തിനാ ഇവിടേക്ക് ഒറ്റയ്ക്ക് വന്നത് എന്ന് ചോദിക്കുന്നു. അല്ലച്ചാ, ഡോഗിന്റെ കൂടെ വന്നതാ എന്ന് അവൾ പറയുന്നു. ശരി വാ, അമ്മയുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞ് അദ്ദേഹം അവളെ എടുത്തുകൊണ്ട് പോകുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ന്യൂ ഇയർ വരാൻ പോവാണ്. അതിനുവേണ്ടി കുറെ പേര് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. രൂപ എന്ന പേരുള്ള ഒരു ലേഡിയാണ് എല്ലാവർക്കും ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഗോകുലിന്റെ ഭാര്യ സഞ്ജുവും അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഗോകുൽ മകളുടെ കൂടെ ഇരുന്ന് സന്തോഷത്തോടെ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. നേരത്തെ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരാളെ കാണിച്ചില്ലേ, അവൻ ശരിക്കും ഒരു വക്കീലാണ്. അവൻ തന്റെ ജോലി ആവശ്യങ്ങൾക്കായി കോടതിയിൽ വരുന്നു. മണി എന്ന പേരുള്ള ഒരാൾ ഇന്നൊരു കേസ് ആവശ്യത്തിനായി കോടതിയിൽ വന്നിട്ടുണ്ട്. മണിയെ കണ്ട ഉടനെ സ്റ്റീഫൻ ആർക്കോ കോൾ ചെയ്ത് മണി വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ആരെയാണ് വിളിച്ചതെന്ന് അറിയില്ല. ഇപ്പോൾ ആ വ്യക്തിയെ കാണിക്കുന്നു. അയാളുടെ കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുണ്ട്. മുഖം വ്യക്തമായി കാണിക്കുന്നില്ല. അയാൾ അകത്തുള്ള മണിയെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യാണ്. അതായത് സ്റ്റീഫനുമായി ചേർന്ന് അതിനുള്ള പ്ലാൻ ഇടുന്നു. മണിക്കും ഈ വിവരം മനസ്സിലാവുന്നു. തന്നെ അവർ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അവന് വിവരം കിട്ടുന്നു. കോടതിയിൽ വെച്ച് തന്നെ മണിയെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടെന്ന് പോലീസിനും വിവരം ലഭിക്കുന്നു. അത് തടയാനായി ഹീറോയും മണിയെ അന്വേഷിച്ചു വരുന്നുണ്ട്. തന്നെ കൊല്ലാൻ പോവാണെന്ന് മനസ്സിലായ മണി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാനാണ് അവൻ നോക്കുന്നത്. എങ്കിലും ആ ടാറ്റു അടിച്ച അജ്ഞാത വ്യക്തിയുടെ കയ്യിൽ അവൻ പെടുകയാണ്. സ്റ്റീഫന്റെയും അയാളുടെയും പിടിയിലാവുന്നു. പോലീസിന് പോലും മനസ്സിലാകാത്ത വിധം വളരെ വിദഗ്ധമായി അവർ മണിയെ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോകുന്നു. രാത്രിയോടെ അവനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിക്കുന്നു. വണ്ടിയിൽ നിന്നും അവനെ ഇറക്കാൻ നോക്കുമ്പോൾ മണി പെട്ടെന്ന് ഉണർന്ന് സ്റ്റീഫനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. സ്റ്റീഫൻ അത് തടഞ്ഞ അവനുമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ നല്ല അടിയാവുന്നുണ്ട്. അവസാനം സ്റ്റീഫൻ മണിയെ കൊല്ലുകയാണ്. എന്നിട്ട് വളരെ സൈലന്റായി അവിടെ നിന്നും പോകുന്നു. പോലീസിന് അവന്റെ ബോഡി കിട്ടുന്നുണ്ട്. കോടതിയിൽ നിന്ന് ആരോ അവനെ തട്ടിക്കൊണ്ടുപോയി കൊന്നിരിക്കുന്നു എന്ന രീതിയിൽ ഹീറോ അന്വേഷണം ആരംഭിക്കുന്നു. ഈ അന്വേഷണത്തിന്റെ ഇടയിൽ ഹീറോയുടെ ഒരു പേഴ്സണൽ കേസിന്റെ കാര്യത്തിനായി ഒരു കോൾ വരുന്നു. നടരാജ് എന്ന വക്കീലാണ് ഹീറോയുടെ കേസ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആണ് സംസാരിക്കുന്നത്. ഹീറോയെ നേരിൽ കണ്ട് സംസാരിക്കണം എന്ന് പറയുന്നു. ഞാൻ ഈ സ്ഥലത്തുണ്ട്, അവിടേക്ക് വരാൻ ഹീറോ പറയാണ്. മരിച്ച മണിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാൻ ഹീറോ നിൽക്കുമ്പോൾ അവിടേക്ക് വരുന്നത് സ്റ്റീഫൻ ആണ്. തുടക്കത്തിൽ നടരാജ് എന്ന് പറയുന്ന വക്കീലിനെ കാണിച്ചില്ലേ, അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആണ് ഈ സ്റ്റീഫൻ.
സ്റ്റീഫൻ ഹീറോയോട് കേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. മരിച്ച മണി ഒരു റൗഡി ആയിരിക്കുമെന്നും അതുകൊണ്ട് അവനെ കൊന്നത് ആരാണെന്നും ഒക്കെ ഹീറോയോട് സ്റ്റീഫൻ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ കണ്ടുപിടിച്ചില്ല എന്ന് ഹീറോ പറയുന്നുണ്ട്. ഇതെല്ലാം സ്റ്റീഫൻ ഒരു വല്ലാത്ത നോട്ടം നോക്കുന്നുണ്ട്. കാരണം മണിയെ കൊന്നത് ഇവൻ തന്നെയാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നത്. പിന്നീട് അപ്പാർട്ട്മെന്റിലെ 2 ടീനേജ് പെൺകുട്ടികളെ കാണിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഫോൺ നോക്കി വരുമ്പോൾ അറിയാതെ സ്റ്റീഫനെ വന്നിടിക്കുന്നു. സ്റ്റീഫൻ വളരെ വിചിത്രമായി അവരെ നോക്കിയിട്ട് നടന്നു പോകുന്നു. ശരിക്കും ഈ പെൺകുട്ടികൾ ആരാണെന്ന് വെച്ചാൽ അതിലൊരാൾ രൂപയുടെ മകളാണ്, മറ്റേ കുട്ടി അവളുടെ ഫ്രണ്ടും. രൂപ മകളോട് ദേഷ്യപ്പെടുന്നുണ്ട്. എപ്പോഴും ഫോണിൽ തന്നെയാണോ, ഫോൺ ഉപയോഗിക്കുന്നത് ആദ്യം നിർത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ന്യൂ ഇയർ പാർട്ടിക്കുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നത് രൂപയാണ്. അപ്പാർട്ട്മെന്റ് സെക്രട്ടറി പോസ്റ്റിലാണ് അവരുള്ളത്. അങ്ങനെ ന്യൂ ഇയർ പാർട്ടി തുടങ്ങുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്യുന്നുണ്ട്. നേരത്തെ പ്രാക്ടീസ് ചെയ്ത ഡാൻസ് ഒക്കെ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറിയ കുട്ടി മിത്ര മാത്രം എങ്ങോട്ടോ നടന്നു പോകുന്നു. അവൾ ആരെ കണ്ടിട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. ഡാൻസ് കഴിഞ്ഞ് സഞ്ജു വന്നിരിക്കുമ്പോൾ ഭർത്താവിന്റെ കോള് വരുന്നു. മോൾ എന്ത് ചെയ്യുന്നു എന്ന് അയാൾ ചോദിക്കുകയാണ്. അവൾക്ക് പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയാതെ വരികയാണ്. അയ്യോ, ഞാൻ മോളുടെ കാര്യം മറന്നുപോയല്ലോ, അവളെ അന്വേഷിക്കണം എന്ന് രൂപയോട് പറയുന്നു. അങ്ങനെ രണ്ടുപേരും ചേർന്ന് മോളെ അന്വേഷിക്കുന്നു. പക്ഷെ അവളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. മോളെ മിസ്സായി എന്ന് സഞ്ജുവിന് മനസ്സിലാവുന്നു. ഉടനെ ഭർത്താവിനെ വിളിച്ച് വിവരം പറയാണ്. അടുത്തെവിടെയെങ്കിലും കാണും, ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞ് അയാളും അവിടേക്ക് വരുന്നു. അയാൾ അന്വേഷിച്ചിട്ടും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വേറെ വഴിയില്ലാതെ അവർ പോലീസിൽ വിവരം അറിയിക്കുന്നു. ഈ കേസ് അന്വേഷിക്കാൻ വരുന്നത് കാളിദാസാണ്. ഇത്രയും വലിയ അപ്പാർട്ട്മെന്റിൽ ഒരു കുട്ടിയെ കാണാതായിട്ടുണ്ടെങ്കിൽ കൂടുതൽ പോലീസുകാർ വേണ്ടിവരുമെന്ന് പുള്ളി കരുതുന്നു. പക്ഷെ മേലുദ്യോഗസ്ഥരെ വിളിച്ചപ്പോൾ കൂടുതൽ ആളുകളെ തരാൻ കഴിയില്ല. ന്യൂ ഇയർ ഡ്യൂട്ടിയിലായതുകൊണ്ട് എല്ലാവരും വേറെ സ്ഥലങ്ങളിലാണ്, ഉള്ളവരെ വെച്ച് മാനേജ് ചെയ്യാൻ പറയുന്നു. പുള്ളി അത് സമ്മതിക്കുകയാണ്. എല്ലാവരോടും അന്വേഷിക്കാമെന്ന് കരുതി ഓരോ ഫ്ലാറ്റിലായി അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഓരോ റൂമും ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ഓരോ റൂമും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു റൂം മാത്രം ലോക്കായി കിടക്കുകയാണ്. ശരി, അത് പിന്നെ നോക്കാമെന്ന് കരുതി ബാക്കി റൂമുകൾ അവർ ചെക്ക് ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ സ്റ്റീഫന്റെ റൂമിലും വരുന്നുണ്ട്. സ്റ്റീഫൻ ആണെങ്കിൽ വലിയ വക്കീലായ നടരാജന്റെ അസിസ്റ്റന്റ് ആണല്ലോ, അതിനാൽ ഇയാൾ നമ്മുടെ ആളാണ്, റൂം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു പോലീസുകാരൻ പറയുന്നു. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് കൂടെയുള്ള ലേഡി പോലീസ് ഓഫീസർ പറയുന്നുണ്ടെങ്കിലും വേണ്ട, ചെക്ക് ചെയ്യേണ്ട എന്ന് അയാൾ പറയുന്നു. കുട്ടിയുടെ പാരന്റ്സ് ഭയങ്കര ടെൻഷനിലാണ്. എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഹീറോ പറയുന്നു. ഇവിടെയാണ് ഈ അപ്പാർട്ട്മെന്റിലെ ഒരു ഡോക്ടറെ കാണിക്കുന്നത്. ഈ ഡോക്ടർക്ക് ഹീറോയെ കുറിച്ച് അറിയാം. ഇവന് സ്വന്തം കേസ് പോലും മര്യാദയ്ക്ക് സോൾവ് ചെയ്യാൻ അറിയില്ല. ഇവനാണോ ഈ കുട്ടിയെ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇവനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് മേലധികാരികളോട് സംസാരിച്ച് വേറെ ആളുകളെ കൊണ്ടുവരാം എന്ന് അയാൾ പറയുന്നു. അങ്ങനെ അയാൾ വേഗത്തിൽ ആർക്കോ കോൾ ചെയ്ത് സംസാരിക്കുന്നു. അപ്പോൾ ഹീറോയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നു. രൂപയെ വിളിച്ച് സംസാരിക്കുകയാണ്. കുട്ടികൾ ഉറങ്ങാൻ പോകുന്ന സമയമാണ്, എന്നാലും എങ്ങനെയെങ്കിലും എല്ലാ വീടുകളിലും പോയി കുട്ടികളെ മാത്രം എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാ, അവരോട് സംസാരിച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വൈഷ്ണവി എന്ന് പറയുന്ന ഒരു DSPയെ കാണിക്കുന്നു. അവരിന്ന് ബോയ് ഫ്രണ്ടിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് സീനിയറിന്റെ കോൾ വരുന്നത്. അപ്പാർട്ട്മെന്റിൽ ഒരു ചെറിയ കുട്ടിയെ കാണാതായിട്ടുണ്ട്, വേഗം പോയി ചാർജ് എടുക്കാൻ പറയുന്നു. വേറെ വഴിയില്ലാതെ അവർ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞ് അവിടെ നിന്നും തിരിക്കുന്നു. അവർ അപ്പാർട്ട്മെന്റിൽ എത്തുമ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ വന്നതെന്ന്. അയാൾ സ്വാധീനം ഉപയോഗിച്ചതുകൊണ്ടാണ് അവർ വന്നത്. അവൾ വരുമ്പോൾ ഹീറോ ചെറിയ കുട്ടികളോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടികളെല്ലാം നല്ല ഉറക്കച്ചടവിലാണ്. എന്തിനാണ് അവരെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? പറഞ്ഞയക്ക്, നമുക്ക് നോക്കാം എന്ന് അവൾ ഹീറോയോട് പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് ഹീറോ കുട്ടികളെ പറഞ്ഞയക്കുന്നു. ഇത്രയും കുറച്ച് പോലീസുകാരെ വെച്ച് എന്ത് ചെയ്യാനാണ്? കൂടുതൽ ആളുകളെ ചോദിക്കേ എന്ന് അവൾ പറയുന്നു. ഞാൻ ചോദിച്ചു മാഡം, ആരെയും തന്നില്ല എന്ന് ഹീറോ പറയുന്നു. ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞ അവൾ മേലുദ്യോഗസ്ഥരെ വിളിക്കുന്നു. ആ കുട്ടിയെ കാണാതായതിന് എത്ര പേരെ അയക്കാനാണ്? ഉള്ളവരെ വെച്ച് ഹാൻഡിൽ ചെയ്യും എന്ന് മേലധികാരികൾ പറയാണ്. CCTV എല്ലാം ചെക്ക് ചെയ്തോ എന്ന് വൈഷ്ണവി ചോദിക്കുന്നുണ്ട്. ചെയ്തു മാഡം, പക്ഷെ ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്, അതുകൊണ്ട് ക്യാമറയിൽ പെടാതെ പുറത്തു പോകാൻ കഴിയും എന്ന് ഹീറോ പറയുന്നു. അങ്ങനെ എല്ലാവരും എല്ലാ സ്ഥലത്തും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരയുന്നതിനിടയിൽ ഒരാൾ ഇവിടെ എന്തോ ഉണ്ടെന്ന് പറയാണ്. എന്താ വിളിക്കുന്നതെന്ന് കരുതി എല്ലാവരും വേഗം ആ സ്പോട്ടിലേക്ക് ഓടി വരുന്നു. അവിടെ നോക്കുമ്പോൾ ഒരു ഡോഗ് മരിച്ചു കിടക്കുന്നു. അതായത് സ്റ്റീഫന്റെ കയ്യിൽ ഒരു ഡോഗ് ഉണ്ടായിരുന്നല്ലോ, ആ ഡോഗിനെ ആരോ കൊന്നതുപോലെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ കഴുത്തിൽ ഒരു കയറുണ്ടല്ലോ, ആ കയറ് മിത്രയുടെ കയ്യിലുണ്ടായിരുന്ന കളിപ്പാട്ട ഡോഗിന്റെ കഴുത്തിലിട്ടിരുന്ന കയറാണ്. ഇത് മിത്രയുടെ കയറാണ്, പക്ഷെ ഈ ഡോഗ് ഞങ്ങളുടേതല്ല എന്ന് ഗോകുൽ പറയുന്നു. പിന്നെ എങ്ങനെ ഇത് മാറി വന്നു എന്ന് പോലീസുകാരൻ ചിന്തിക്കുകയാണ്. ഈ അപ്പാർട്ട്മെന്റിൽ ഇത് ആരുടെ ഡോഗാണെന്ന് കണ്ടുപിടിക്കണം എന്ന് അവർക്കിടയിൽ ഡിസ്കഷൻ നടക്കുകയാണ്. രൂപയോട് ഇത് ആരുടെ ഡോഗാണെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ല സാർ, പക്ഷേ ഡോഗ്സുമായി നന്നായി ഇടപഴകുന്ന ഒരാളുണ്ട്, അയാൾക്ക് എല്ലാ ഡോഗ്സിനെ കുറിച്ചും അറിയാം, വേണമെങ്കിൽ ചോദിച്ചു നോക്കാം എന്ന് രൂപ പറയുന്നു. അങ്ങനെ അവർ ആ വ്യക്തിയെ കാണാൻ വരികയാണ്. അയാളെ ഡോഗിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഈ അപ്പാർട്ട്മെന്റിൽ ആരാണ് ഇതിനെ വളർത്തുന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു. നന്നായിട്ട് അറിയാം, ആ റൂമിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം എന്ന് അയാൾ പറയുന്നു. വേഗം കൊണ്ടുപോയി ആ പൂട്ടിയിട്ടിരിക്കുന്ന റൂം കാണിക്കുന്നു. അതായത് അകത്തു നിന്നും കുറ്റിയിട്ടിരിക്കുന്ന ആ റൂം കാണിക്കുന്നു. എന്തിനാണ് അകത്തു നിന്ന് കുറ്റിയിട്ടിരിക്കുന്നത്? വാതിലിൽ മുട്ടിയിട്ടും തുറക്കുന്നില്ല. ഹീറോ വാതിൽ പൊളിച്ചകത്തേക്ക് കയറാണ്. അകത്ത് കയറി നോക്കുമ്പോഴാണ് അവിടെ മുഴുവൻ ബാച്ചിലേഴ്സ് ആണെന്ന് മനസ്സിലാവുന്നത്. അവർ ഫുൾ ബോധമില്ലാത്ത അവസ്ഥയിലാണ്. വീടിനുള്ളിൽ തന്നെ കഞ്ചാവ് ചെടിയൊക്കെ വളർത്തി ഫുൾ ലഹരിയിലാണ് അവരെന്ന് പോലീസിന് മനസ്സിലാവുന്നു. പോലീസ് സംസാരിക്കുന്ന പോലും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ. ശരി, ആ ഡോഗ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് കരുതി ഡോഗിനെ അന്വേഷിക്കുമ്പോൾ ഇവരുടെ ഡോഗ് ഇവരുടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അവരുടെ ഡോഗല്ല മരിച്ചത്, വേറെ ഏതൊരു ഡോഗാണ്.
ഇതേ അപ്പാർട്ട്മെന്റിൽ വേറെ ആരോ ഈ ഡോഗിനെ വളർത്തുന്നുണ്ട്, അതാരാണെന്ന് കണ്ടുപിടിക്കണം എന്ന് അവർ ചിന്തിക്കുന്നു. CCTV ചെക്ക് ചെയ്യാം, പഴയ ഫുട്ടേജ് നോക്കിയാൽ ആരാണ് ഡോഗിനെ വളർത്തുന്നതെന്ന് കണ്ടുപിടിക്കാമെന്ന് കരുതി ചെക്ക് ചെയ്യാണ്. അപ്പോൾ ലഹരിയിലുള്ള ഒരു പയ്യൻ പറയുന്നുണ്ട് ഇതേപോലൊരു ഡോഗിനെ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരാളും വളർത്തുന്നുണ്ടെന്ന്. ഏകദേശം പോലീസും CCTV ഫുട്ടേജിൽ സ്റ്റീഫന്റെ കയ്യിൽ ഇതേ ഡോഗിനെ കാണുന്നുണ്ട്. സ്റ്റീഫന്റെ വീട് ചെക്ക് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയുടെ കൂടെയുള്ള പോലീസ് പറയുന്നു ഇല്ല സാർ, നടരാജ് സാറിന്റെ അസിസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്യാതെ വിട്ടു എന്ന് പറയുന്നു. സാർ, ഞാൻ അപ്പോഴേ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞതാ, ഇയാളാണ് കേൾക്കാത്തതെന്ന് ലേഡി കോൺസ്റ്റബിൾ അവനെ കുടുക്കി കൊടുക്കുന്നു. ഇതെല്ലാം ശ്രദ്ധിക്കുന്ന വൈഷ്ണവിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതിയെ കണ്ടുപിടിക്കും, ഉടനെ പോയി അവിടെ ചെക്ക് ചെയ്യണം എന്ന് അവർ പറയുന്നു. അവരെല്ലാവരും വേഗത്തിൽ സ്റ്റീഫന്റെ ഫ്ലാറ്റിലേക്ക് വരുന്നു. വാതിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. പൊളിച്ചകത്ത് കയറാമെന്ന് കരുതി അവർ വാതിൽ പൊളിച്ച് അകത്ത് കയറുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൻ വീട്ടിലില്ല, എങ്ങോട്ടോ പോയിരിക്കുകയാണ്. എന്നാൽ അവന്റെ ഡോഗാണ് മരിച്ചതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അവൻ എങ്ങനെയെങ്കിലും ട്രേസ് ചെയ്യണമെന്ന് കരുതി അന്വേഷിക്കുകയാണ്. അപ്പോൾ അവനൊരു പള്ളിയിലുണ്ടെന്ന് അറിയുന്നു. പള്ളിയിൽ വെച്ച് പിടിക്കാമെന്ന് കരുതി അവർ പോകുമ്പോൾ വേറൊരു പോലീസ് സംഘം അവനെ പിടികൂടുന്നു. അവനെ കൊണ്ടുപോകുമ്പോൾ ഇവരിത് കാണുന്നുണ്ട്. ഈ സ്റ്റീഫൻ വക്കീലാണെങ്കിലും ഇവന്റെ പേരിൽ ഒരു കേസ് പെൻഡിങ്ങിലുണ്ട്. ഒരു മൈനർ പെൺകുട്ടിയോട് അതിക്രമം കാണിച്ചു എന്ന കേസാണുള്ളത്. ആ കേസിന്റെ ആവശ്യത്തിനാണ് അവനെ കൊണ്ടുപോകുന്നതെന്ന് പോലീസുകാർ പറയുന്നു. എന്നാൽ ഇതിനേക്കാൾ വലിയൊരു കേസിൽ അവൻ ഉൾപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവനെ ഞങ്ങൾക്ക് വേണമെന്ന് ഇവർ പറയുന്നു. ഒടുവിൽ ആ പോലീസുകാരൻ ശരി, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് അവനെ വിട്ടുകൊടുക്കുന്നു. 6 വർഷം മുമ്പ് അവനൊരു മൈനർ പെൺകുട്ടിയോട് അതിക്രമം കാണിച്ചിട്ടുണ്ട്. ആ കേസിൽ അവൻ രക്ഷപ്പെട്ടു വന്നതാണെന്ന് പോലീസിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് അവൻ ഈ 4 വയസ്സുകാരി കുട്ടിയോടും എന്ത് ചെയ്തിരിക്കാം എന്നിവർ കരുതുകയാണ്. ആ 4 വയസ്സുകാരിയെ നീ എന്ത് ചെയ്തു എന്ന് സത്യം പറയാൻ പറഞ്ഞ് അവനെ ചോദ്യം ചെയ്യുന്നു. എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് അവൻ പറയാണ്. ഈ സമയം രൂപ പറയുന്നുണ്ട് മാഡം, അവിടെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ടെന്ന്. അതായത് അപ്പാർട്ട്മെന്റിൽ നിന്നും കുറച്ച് മാറി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു സൂട്ട് കേസ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സൂട്ട് കേസിനുള്ളിലാണ് ആ പെൺകുട്ടിയുടെ ബോഡി ഉള്ളത്, അതായത് ആ ചെറിയ കുട്ടി മിത്രയുടെ ബോഡി. അത് കണ്ട് ആ മാതാപിതാക്കൾ പൊട്ടിക്കരയാണ്. ചുറ്റുള്ള എല്ലാവർക്കും ഭയങ്കര സങ്കടമാവുന്നു. ചുരുക്കത്തിൽ ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ആ കുട്ടി മരിച്ചുപോയി. ആ ചെറിയ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ആ കളിപ്പാട്ടം ഇപ്പോൾ സ്റ്റീഫന്റെ വീട്ടിലാണുള്ളത്. സ്റ്റീഫൻ അത് ഒളിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്. അവനത് അവന്റെ ഫ്ലോറിൽ നിന്നും താഴേക്ക് എറിയുന്നു. അത് താഴെയുള്ള ചെടികൾക്കിടയിൽ പോയി വീഴുന്നു. ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന കളിപ്പാട്ടം എങ്ങനെ ഇവന്റെ കൈ വന്നു എന്നൊരു ചോദ്യം നമുക്കുണ്ട്. പോലീസിനും ഇപ്പൊ ഇവന്റെ മേലാണ് സംശയം. അവനെ പോലീസ് നന്നായിട്ട് തല്ലുന്നുണ്ട്. ആ കുട്ടിയെ നീ എന്ത് ചെയ്തു എന്ന് സത്യം പറയാൻ പറഞ്ഞിട്ട് അടിക്കുകയാണ്. സത്യമായിട്ടും എനിക്കും ഇതിന് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നവൻ പറയുന്നു. അപ്പോഴാണ് അവന്റെ സീനിയർ അവിടെ വരുന്നത്. അതായത് നേരത്തെ സത്യസന്ധനായ വക്കീലായി കാണിച്ച നടരാജ് അവിടേക്ക് വരുന്നു. ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇതിനു മുമ്പും ഇവനൊരു മൈനർ പെൺകുട്ടിയോട് അതിക്രമം കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാദസാമർത്ഥ്യം കൊണ്ടാണ് നിങ്ങൾ അവനെ രക്ഷപ്പെടുത്തിയെടുത്തതെന്ന് വൈഷ്ണവി പറയുന്നു. എന്റെ വാദസാമർത്ഥ്യം കൊണ്ടല്ല ഞാൻ അവനെ രക്ഷപ്പെടുത്തിയത്. സത്യത്തിൽ അവൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. 6 വർഷം മുമ്പും അവൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അവൻ തെറ്റ് ചെയ്യാൻ വഴിയില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പറ എന്ന് നടരാജ് ചോദിക്കുന്നു. നിലവിൽ തെളിവുകളൊന്നുമില്ല, വൈകാതെ തന്നെ തെളിവുകൾ ഹാജരാക്കാമെന്ന് വൈഷ്ണവി പറയാണ്. തെളിവ് കിട്ടിയിട്ട് അവനെ അറസ്റ്റ് ചെയ്തോ? ഇപ്പൊ നിങ്ങൾക്ക് അവനെ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയില്ല, പുറത്തുവിടണം എന്ന് നടരാജ് പറയുന്നു. ഇല്ല സാർ, വിടാൻ കഴിയില്ല എന്ന് വൈഷ്ണവി പറയുന്നു. ഇതിൽ ദേഷ്യം വന്ന നടരാജ് മേലധികാരികളെ വിളിച്ച് സംസാരിക്കുകയാണ്. മേലധികാരികൾ പറയുന്നുണ്ട് തെളിവില്ലാതെ നിങ്ങൾക്ക് അവനെ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല, ആദ്യം അവനെ വിട്ടയക്കാന്ന്. വൈഷ്ണവിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടെങ്കിലും പോയി തൊലേ എന്ന് പറഞ്ഞ് അവനെ വിട്ടയക്കുന്നു. ആ ചെറിയ കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടി മരിച്ചതിൽ ഭയങ്കരമായി സങ്കടപ്പെടുന്നുണ്ട്. സ്റ്റീഫന്റെ വീട്ടിൽ എങ്ങനെ ആ കളിപ്പാട്ടം വന്നു എന്നൊരു ചോദ്യം നമുക്കുണ്ട്. സ്റ്റീഫൻ തന്നെയാണോ ഇത് ചെയ്തത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. വൈഷ്ണവിയെ സംബന്ധിച്ച് ഹീറോയെ വിശ്വസിക്കാൻ പാടില്ല എന്ന് അവർ കരുതുകയാണ്. കാരണം നടരാജ് എങ്ങനെ പെട്ടെന്ന് അവിടെ വന്നു, ഹീറോ വിവരം ചോർത്തി കൊടുത്തിട്ടുണ്ടാവുമെന്ന് അവർ സംശയിക്കുന്നു. അതുകൊണ്ട് സീനിയറോട് പറയുന്നുണ്ട് സാർ, ഹീറോ ഈ കേസിൽ എനിക്ക് വേണ്ട, ഞാൻ തന്നെ ഈ കേസ് ഹാൻഡിൽ ചെയ്തോളാം എന്ന്. അതൊന്നും പറ്റില്ല, ഹീറോ വളരെ മികച്ചൊരു പോലീസുകാരനാണ്, അവനെ കൂടെ കൂട്ടണം എന്ന് സീനിയർ പറയുന്നു. നമ്മളെ സംശയിച്ചിട്ടാണ് നമ്മളെ വേണ്ടെന്ന് പറയുന്നതെന്ന് ഹീറോയ്ക്കും മനസ്സിലാവുന്നുണ്ട്. മാഡം, നടരാജ് സാറുമായി എനിക്ക് നല്ല പരിചയമുണ്ട്, എന്നാൽ സ്റ്റീഫനെ പിടിച്ച കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല, വേറെ ആരോ ആണ് പറഞ്ഞത് എന്ന് ഹീറോ പറയുന്നു. ഈ സമയം ഇവരോട് സംസാരിക്കാനായി രൂപ വരുന്നു. രൂപയെ കണ്ട് ഇവര് കാര്യം ചോദിക്കാണ്. രൂപ എന്തോ പറയാൻ വരുമ്പോഴേക്കും ഫോൺ വരുന്നു. ഇവർ ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നു. ഫോൺ കോൾ കഴിഞ്ഞതിന് ശേഷം അവരെ നോക്കി ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതിന് പിന്നിൽ തീർച്ചയായിട്ടും സ്റ്റീഫൻ തന്നെയാണ്. കാരണം എൻ്റെ മകൾ ഒരു കാര്യം കണ്ടിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. സ്റ്റീഫന്റെ ഡോഗിനെ കണ്ട് ആ ചെറിയ കുട്ടി അവന്റെ കൂടെ പോയതാണ്. അതുകൊണ്ട് സ്റ്റീഫൻ ആ കുട്ടിയെ കൊണ്ടുപോകുന്നത് എൻ്റെ മകൾ കണ്ടിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. വീണ്ടും അവൾക്കൊരു ഫോൺ കോൾ വരുന്നു. എന്തോ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ട് അവർ കരയാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അപ്പാർട്ട്മെന്റിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും തിരിക്കുന്നു. പോലീസുകാർ അപ്പാർട്ട്മെന്റിലേക്ക് വരരുതെന്ന് പറഞ്ഞ് ആ ഡോക്ടർ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. പോലീസുകാരും എന്ത് പ്രശ്നമാണെന്ന് അറിയാതെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ രൂപയ്ക്ക് പൂജ എന്ന പേരുള്ള ഒരു മകളുണ്ട്. പൂജയ്ക്ക് പൂർണ്ണ എന്നൊരു ഫ്രണ്ട് ഉണ്ട്. ആ പൂർണ്ണ സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിച്ചുപോയി. അമ്മ പൂർണ്ണ മരിച്ചുപോയി എന്ന് പറഞ്ഞ് മകളും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇത് അബദ്ധത്തിൽ സംഭവിച്ചതാണോ അതോ ആരെങ്കിലും പ്ലാൻ ചെയ്ത് കൊന്നതാണോ എന്ന് മനസ്സിലാവുന്നില്ല. ഹീറോ ഗോകുലിനെ പുറത്തേക്ക് വിളിച്ച് സംസാരിക്കുന്നു. ഗോകുൽ, ഞങ്ങൾ അകത്തേക്ക് കയറ്റിയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും.
നിങ്ങൾ സംസാരിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ അകത്തേക്ക് കയറ്റണം എന്ന് പറയുന്നു. വൈഷ്ണവിക്ക് ഇപ്പോഴും സ്റ്റീഫന്റെ മേൽ സംശയമുണ്ടല്ലോ. സ്റ്റീഫനെ ഫോളോ ചെയ്യാൻ ഒരു പോലീസുകാരനെ അയച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീഫൻ ഒരു തിയേറ്ററിലിരുന്ന് സിനിമ കാണാണ്. സിനിമ തീരുന്നതിന് മുൻപേ അവൻ അവിടെ നിന്നും പോകുന്നു. എന്തിനാണ് പോകുന്നതെന്ന് കരുതി ഫോളോ ചെയ്യുന്ന പോലീസ് പിന്നാലെ പോകുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ തിയേറ്ററിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് എല്ലാവരും പേടിച്ചോടി വരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ പോലീസുകാർ അകത്തേക്ക് വരുന്നു. നോക്കുമ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്. സ്റ്റീഫൻ തന്നെയാണോ അത് ചെയ്തതെന്ന് അയാൾ ചിന്തിക്കുന്നു. ചിന്തിച്ച അയാൾ വൈഷ്ണവിക്ക് വിവരം കൈമാറുന്നു. സ്റ്റീഫൻ എന്താണ് ചെയ്തതെന്ന് ഈ പോലീസ് കണ്ടിട്ടില്ല. പക്ഷെ സ്റ്റീഫൻ കുറച്ച് അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അവനായിരിക്കും ഇത് ചെയ്തതെന്ന് പറയാണ്. സ്റ്റീഫൻ എന്തിനാണ് ഇവനെ കൊന്നതെന്ന് അവരും ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ അപ്പാർട്ട്മെന്റിൽ നിന്നും സ്റ്റീഫനെ പോലീസ് കൊണ്ടുപോകുന്നു. സ്റ്റീഫൻ പോകുമ്പോൾ സഞ്ജുവിനെ വളരെ ക്രൂരമായി നോക്കുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ നോക്കുന്നതെന്ന് ഇപ്പോൾ നമുക്കറിയില്ല. സീനിയർ ഓഫീസർ ഹീറോയെയും വൈഷ്ണവിയെയും വഴക്ക് പറയുന്നു. അവനാണ് കുറ്റം ചെയ്തതെന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവുമില്ല. പിന്നെ എങ്ങനെ അവനെ അറസ്റ്റ് ചെയ്യും? ഇനി മുതൽ നിങ്ങൾ ഈ കേസ് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ വേറെ ആർക്കെങ്കിലും ഈ കേസ് കൊടുക്കാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നും പൊക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അങ്ങനെ സ്റ്റീഫനെ ഒന്നും ചെയ്യാൻ കഴിയാതെ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ വിടുന്നു. സ്റ്റീഫൻ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത് കണ്ട് ഗോകുൽ ദേഷ്യപ്പെടുന്നു. സർ, എന്തിനാണ് ഇവനെ തിരിച്ചുവിട്ടത് എന്ന് അയാൾ ചോദിക്കുന്നു. അവനെതിരെ തെളിവില്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഹീറോ പറയാണ്. 6 വർഷം മുമ്പ് ഒരു മൈനർ പെൺകുട്ടിയോട് അതിക്രമം കാണിച്ചതിനാണ് അവൻ ജയിലിൽ പോയത്. അവൻ അങ്ങനെ ചെയ്യാൻ വഴിയില്ല, കാരണം ആ സമയത്ത് അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അവന്റെ ഗേൾ ഫ്രണ്ട് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. മൊഴി നൽകുമ്പോൾ അവൾ മൈനറായിരുന്നു. അതുകൊണ്ട് അവളുടെ ഐഡന്റിറ്റി പുറത്തു വിട്ടിട്ടില്ല. അവളുടെ ഐഡന്റിറ്റി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് അവളോട് സംസാരിക്കണമെന്ന് ഹീറോ ചിന്തിക്കുന്നു. അതുകൊണ്ട് ഹീറോ നടരാജനെ കണ്ട് സംസാരിക്കാൻ വരാണ്. സർ, ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് തരണം, ഞങ്ങൾക്ക് അന്വേഷിക്കാനാണെന്ന് ഹീറോ ചോദിക്കുന്നു. നടരാജ് അത് കൊടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുകയാണ്. സർ, നിങ്ങളുടെ അസിസ്റ്റന്റ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നില്ലേ, എങ്കിൽ താ എന്ന് ഹീറോ പറയുന്നു. ശരിയെന്ന് പറഞ്ഞ നടരാജ് ആ ഡീറ്റെയിൽസ് നൽകുന്നു. ഇപ്പോൾ ആരെയാണ് ഇവൻ കാണാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ സഞ്ജുവിനെയാണ്. ഇവിടെയാണ് സിനിമയിലെ ഒരു വലിയ ട്വിസ്റ്റർ റിവീൽ ആവുന്നത്. ഈ സഞ്ജു ആണ് സ്റ്റീഫന്റെ എക്സ് കാമുകി. അവൾ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്നു. ആ സംഭവം നടക്കുമ്പോൾ സഞ്ജു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൾക്ക് 17 വയസ്സേ ഉള്ളൂ. അവന് 21 വയസ്സുണ്ടായിരുന്നു. രണ്ടുപേരും ഭയങ്കര പ്രണയത്തിലായിരുന്നു. ഇടയ്ക്കിടെ ഇവർ പുറത്തു വെച്ച് കാണാറുണ്ടായിരുന്നു. ഒരു രാത്രി പാർക്കിൽ വെച്ച് സഞ്ജു അവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. സ്റ്റീഫൻ ആ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നു. അങ്ങനെ പോകുന്നവനെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് അടിക്കുന്നു. ഒരു ചെറിയ കുട്ടിയോട് നീ ഇത് ചെയ്തല്ലോടാ എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം കാണുന്ന സഞ്ജുവിന് ഒന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അവൻ അങ്ങനെ ചെയ്യാൻ വഴിയില്ല എന്ന് സഞ്ജുവിന് അറിയാം. പക്ഷെ ആ സമയത്ത് അവൾ മൈനർ ആയതുകൊണ്ട് ഇതൊന്നും പറയാൻ അവൾക്ക് പേടിയായിരുന്നു. അതിനുശേഷം പാണ്ഡ്യ എന്ന് പറയുന്ന ഒരാളാണ് കാമുകനെ രക്ഷിക്കാൻ വേണ്ടി നീ ഇതൊക്കെ പറയണം, നടരാജ് എന്ന വക്കീൽ വഴി എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് അതിനുശേഷമാണ് സഞ്ജു പോയി മൊഴി നൽകിയത്. ഇതാണ് സംഭവിച്ചതെന്ന് അവർ പറയുന്നു. പാണ്ഡ്യയോ, അതാരാണ് എന്ന് ഹീറോ ചോദിച്ചറിയുന്നു. ഈ സമയം വൈഷ്ണവി ചോദിക്കുന്നുണ്ട്, ഓഹോ, നിങ്ങൾ തമ്മിൽ കള്ളബന്ധം ഉണ്ടായിരുന്നു, ആ വിവരം പെൺകുട്ടി അറിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കുട്ടിയെ കൊന്നു അല്ലേ എന്ന്. അങ്ങനെയൊന്നും സംസാരിക്കരുത്, അവൻ ഈ അപ്പാർട്ട്മെന്റിലുണ്ടെന്ന് എനിക്ക് കുറച്ച് ദിവസം മുമ്പാണ് അറിയാൻ പറ്റിയുള്ളൂ. സത്യമായിട്ടും എനിക്ക് അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് സഞ്ജു പറയുന്നു. ഭർത്താവും വന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ആവശ്യമില്ലാതെ എൻ്റെ ഭാര്യയെക്കുറിച്ച് തെറ്റായി സംസാരിക്കരുത്, ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ അയാൾ ദേഷ്യപ്പെടുന്നു. അവരും അവിടെ നിന്ന് പോവാണ്. എന്തിനാ മാഡം അങ്ങനെ ചോദിച്ചത്, ആ കുട്ടി പാവാണെന്ന് ഹീറോ പറയുന്നു. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഞാൻ ചോദിച്ചതെന്ന് അവരും ദേഷ്യത്തോടെ പറയുന്നു. ഇപ്പോൾ ആ കുട്ടി പാണ്ഡ്യ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞല്ലോ, പാണ്ഡ്യയെ കാണണം എന്ന് അവർ തീരുമാനിക്കുന്നു. കാരണം ഈ പാണ്ഡ്യയാണ് സ്റ്റീഫനെ പുറത്താക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തിയതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. പാണ്ഡ്യയെ സംബന്ധിച്ച് കുറച്ച് തെറ്റുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഇറച്ചി വെട്ടുന്ന ജോലിയാണ് ചെയ്യുന്നത്. അവരയാളെ പോയി കാണാണ്. പാണ്ഡ്യ, നീ എന്തിനാണ് സ്റ്റീഫനെ ഹെൽപ്പ് ചെയ്തത്? നടരാജ് വഴിയാണ് നീ കുറച്ചൊക്കെ നല്ലവനായതെന്ന് ഞങ്ങൾക്കറിയാം. നീ എന്തിനാണ് സ്റ്റീഫനെ രക്ഷിക്കാൻ നോക്കിയത് എന്നവർ ചോദിക്കുന്നു. സ്റ്റീഫൻ ജയിലിൽ വരുമ്പോൾ ഇവനും ജയിലിലായിരുന്നു. ഒരാളെ കണ്ടാൽ തന്നെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പയ്യൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവനെ രക്ഷിക്കാൻ നടരാജ് സാറിനോട് സംസാരിച്ചത്. രണ്ടുപേരും ചേർന്ന് അവനെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം ലോ പഠിച്ച് ഇപ്പോൾ അവൻ വക്കീലായി മാറി എന്നയാൾ പറയുന്നു. ആ മൈനർ പെൺകുട്ടിയോട് സ്റ്റീഫൻ അതിക്രമം കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണത് ചെയ്തതെന്ന് ഹീറോ ചോദിക്കുന്നു. അതിനുള്ള കാരണവും പാണ്ഡ്യ പറയുന്നു. അന്ന് രാത്രി മദ്യലഹരിയിലുള്ള 3 പേർ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വഴിയെ അറിയാതെ ആ മൈനർ പെൺകുട്ടി വന്നു. അവർ ഫുൾ ലഹരിയിലായിരുന്നതുകൊണ്ട് ആ കുട്ടിയോട് അവർ അതിക്രമം കാണിച്ചു. ആ 3 പേരിൽ 2 പേരെ ഇതിനകം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരാൾ കോടതിയിൽ വെച്ച് മരിച്ചുപോയ മണി, മറ്റൊരാൾ തിയേറ്ററിൽ വെച്ച് മരിച്ചുപോയി. ഇനി 3ാമതൊരാൾ കൂടിയാണ് ഇപ്പോൾ ജീവനോടെ ഉള്ളത്. ഇവർ 3 പേരും അതിക്രമം കാണിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് ആ വഴിയെ സ്റ്റീഫൻ വരുന്നത്. ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ അവൻ അടുത്തേക്ക് ചെന്നു. അത് കണ്ട നാട്ടുകാർ തെറ്റിദ്ധരിക്കുകയും ഇവനാണ് ആ തെറ്റ് ചെയ്തതെന്ന് കരുതി അവനെ തല്ലുകയും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. സത്യത്തിൽ സ്റ്റീഫൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ 3 പേരാണ് തെറ്റ് ചെയ്തത്. ജയിലിൽ വന്ന സ്റ്റീഫൻ ഇതെല്ലാം പാണ്ഡ്യയോട് പറഞ്ഞു. സ്റ്റീഫൻ നല്ലവനാണെന്ന് പാണ്ഡ്യയ്ക്ക് മനസ്സിലായതുകൊണ്ട് എങ്ങനെയെങ്കിലും സ്റ്റീഫനെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു. അയാൾക്ക് വക്കീലിനെ നന്നായിട്ട് അറിയാം. അയാൾ നല്ലവനായി മാറുകയാണല്ലോ.
അതുകൊണ്ട് വക്കീലിന്റെ സഹായത്തോടെ സ്റ്റീഫനെ ആ കേസിൽ നിന്നും പുറത്തു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്തു. തുടക്കത്തിൽ നടരാജ് ആർക്കോ വേണ്ടി വാദിക്കുന്നത് കാണിച്ചില്ലേ, അത് സ്റ്റീഫന് വേണ്ടിയിട്ടായിരുന്നു. ഇതുകൂടാതെ ഇപ്പോ ആ 3 പേരിൽ 2 പേര് മരിച്ചുപോയല്ലോ, അവർ കൊല്ലപ്പെടുകയാണല്ലോ ചെയ്തത്. അപ്പോൾ നീയും സ്റ്റീഫനും ചേർന്നിട്ടാണോ ഇത് ചെയ്തതെന്ന് അവർ ചോദിക്കുന്നു. നേരത്തെ ടാറ്റു ചെയ്ത ഒരാളെ കാണിച്ചില്ലേ, അത് വേറെ ആരുമല്ല, ഈ പാണ്ഡ്യ തന്നെയാണ്. അപ്പോൾ കോടതിയിൽ മണിയെ കൊന്നതിനും തിയേറ്ററിൽ വെച്ച് അവനെ കൊന്നതിനും പിന്നിൽ ഇവരാണ്. പക്ഷെ നേരിട്ട് ഞങ്ങൾ തന്നെയാണത് ചെയ്തതെന്ന് അയാൾ സമ്മതിക്കുന്നില്ല. അവർക്കുള്ള ശിക്ഷ അവർക്ക് കിട്ടി എന്ന് മാത്രം പറയുന്നു. ഇനി 3ാമതൊരുത്തം കൂടിയുണ്ടല്ലോ, അവനും ഉടനെ ചാകുമെന്ന് ഇൻഡയറക്റ്റായി ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പറയുന്നു. ഇത് വെച്ച് വൈഷ്ണവി ഒരു പ്ലാൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ആ 3ാമനുണ്ടല്ലോ, അവന്റെ പേര് ഗുണ എന്നാണ്. ആ ഗുണയോട് ഇവർ 2 പേരെ കുറിച്ചും പറഞ്ഞു കൊടുക്കണം. അവൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമല്ലോ, അതുവഴി നമുക്ക് സ്റ്റീഫനെ അറസ്റ്റ് ചെയ്യാമെന്ന് അവൻ ചിന്തിക്കുന്നു. ഇതൊന്നും വേണ്ടെന്ന് ഹീറോ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ തീരുമാനം എടുത്തു എന്ന് അവർ പറയുന്നു. സ്റ്റീഫൻ എപ്പോഴും പള്ളിയിൽ പോവാറുണ്ടല്ലോ, ആ വിവരം ഗുണയോട് പറയുന്നു. ഗുണ ഭയങ്കര ദേഷ്യത്തിലാണ്. കാരണം തന്റെ 2 കൂട്ടുകാരെയും കൊന്നത് ഈ സ്റ്റീഫനും പാണ്ഡ്യയുമാണല്ലോ. അതുകൊണ്ട് സ്റ്റീഫനെ വെറുതെ വിടില്ല എന്ന് കരുതി അവൻ പള്ളിയിലേക്ക് വരുന്നു. സ്റ്റീഫനെ തരം നോക്കി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ കറണ്ട് പോകുന്നു. അവിടെ എന്തൊക്കെയോ ബഹളങ്ങൾ നടക്കുന്നുണ്ട്. പോലീസുകാരും അവിടെ തന്നെയുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ നോക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പാണ്ഡ്യ ആ ഗുണയെ പിടികൂടുന്നു. കാറിന്റെ ഡിക്കിയിലിട്ട് വേഗത്തിൽ വണ്ടിയെടുത്ത് പോകുന്നു. സ്റ്റീഫനും തന്റെ കാറെടുത്ത് പോവാൻ നോക്കുമ്പോൾ ഹീറോ സ്റ്റീഫനെ പിടികൂടുന്നു. ഗുണയെ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നു. ഞാൻ അവനെ ഒന്നും ചെയ്തില്ല എന്ന് അവൻ പറയുന്നു. സത്യം പറ എന്ന് പറഞ്ഞ് ഹീറോ അവനെ തല്ലുന്നു. ആ ചെറിയ കുട്ടിയുടെ കാര്യത്തിൽ നിനക്ക് എന്തറിയാം, അത് മര്യാദയ്ക്ക് പറ എന്ന് ചോദിക്കുന്നു. അടികൊള്ളുന്നവൻ അവസാനം ഞാൻ എല്ലാം പറയാന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. ആ കേസിൽ നിന്നും ഇവൻ പുറത്തു വരുമ്പോഴേക്കും സഞ്ജുവിന്റെ കല്യാണം കഴിഞ്ഞിരുന്നു. സഞ്ജുവിനെയും കുട്ടിയെയും ദൂരെ നിന്നെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം ഈ അപ്പാർട്ട്മെന്റിലേക്ക് അവൻ വന്നത്. ആ ചെറിയ കുട്ടി അന്ന് രാത്രി ഇവനെ കാണാൻ വന്നിരുന്നു. എന്താ ഡോഗിനെ കാണാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ ആ ചെറിയ കുട്ടി അതെ എന്ന് പറയുന്നു. ഈ ഡോഗിനെ വേണോ എന്ന് ചോദിക്കുന്നു. വേണം എന്നവള് പറയുന്നു. ശരി, നിന്റെ ഈ കയറിൽ ഡോഗിനെ കെട്ടിക്കോ എന്ന് പറഞ്ഞ് അവൻ കെട്ടിക്കൊടുക്കുന്നു. ഡോഗിനെയും കൊണ്ടുപോക്കോ എന്നവൻ പറയുന്നു. ആ കുട്ടിയും സന്തോഷത്തോടെ അവിടെ നിന്നും പോകുന്നു. ഇത് മാത്രമേ അവൻ അറിയൂ. അതിനുശേഷം ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് അവനും അറിയില്ല. കുറച്ചു കഴിഞ്ഞ് എല്ലാവരും ആ കുട്ടിയെ തിരയുന്നത് കണ്ടപ്പോൾ അവനും ഞെട്ടിപ്പോയി. ആ കുട്ടിയെ താനാണല്ലോ പറഞ്ഞു വിട്ടത്. അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കരുതി അവനും സങ്കടപ്പെട്ട് തിരയുന്നുണ്ടായിരുന്നു. തന്റെ എക്സിന്റെ കുട്ടിയല്ലേ, അതുകൊണ്ട് അവനും ഭയങ്കര വിഷമത്തോടെ അന്വേഷിച്ചു. പോലീസുകാരൊക്കെ അന്വേഷിക്കുമ്പോൾ അവനും അന്വേഷിച്ചിരുന്നു. ആ ഡോഗ് മരിച്ചു കിടന്നെടുത്ത് ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന കളിപ്പാട്ട ഇരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അവിടെ ഒരു ഹൾക്കിന്റെ മാസ്കും ഉണ്ടായിരുന്നു. ഇതെല്ലാം അവൻ എടുത്തു മാറ്റി. തനിക്ക് സ്വന്തമായിട്ട് ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതിയിട്ടാണ് അവൻ അതെടുത്തു വെച്ചത്. ഇപ്പോ ഇതെല്ലാം അവൻ പോലീസിനോട് പറയുന്നു. അവരും ആ ഫംഗ്ഷനിൽ ആരാണ് ഹൾക്ക് മാസ്ക് വെച്ചതെന്ന് അന്വേഷിക്കുന്നു. കാരണം മാസ്കിനടുത്താണല്ലോ കളിപ്പാട്ടം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഹൾക്ക് മാസ്ക് വെച്ചത് ആരാണെന്ന് CCTV ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അപ്പാർട്ട്മെന്റിലെ ആ ഡോക്ടറാണ് ഹൾക്ക് മാസ്ക് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ഇവനാണ് ആ ചെറിയ കുട്ടി എന്തോ ചെയ്തതെന്ന് പോലീസിന് സംശയം തോന്നുന്നു. അപ്പോൾ ഹീറോ അവിടുത്തെ സെക്യൂരിറ്റിയെ വിളിച്ച് ഡോക്ടർ അവിടെയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ട് എന്ന് സെക്യൂരിറ്റി പറയുന്നു. എന്തിനാണ് ഡോക്ടറെ കുറിച്ച് ചോദിക്കുന്നതെന്ന് സെക്യൂരിറ്റിക്ക് മനസ്സിലാവുന്നില്ല. ഈ വിവരം ഡോക്ടറോട് പറയാമെന്ന് കരുതി അയാൾ ഡോക്ടറെ വിളിച്ച് വിവരം പറയുന്നു. ഇത് കേൾക്കുന്ന ഡോക്ടറുടെ ഭാവം മാറുകയാണ്. അയാൾക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നു. ഡോക്ടർ വേഗത്തിൽ മുകളിലേക്ക് പോകുന്നു. ഈ ഡോക്ടർ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടറോട് സംസാരിക്കാൻ വേണ്ടി ഹീറോയും ടീമും വേഗത്തിൽ അപ്പാർട്ട്മെന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവർ അപ്പാർട്ട്മെന്റിൽ എത്തുമ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ ആ ഡോക്ടർ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ആ ഡോക്ടർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്നും അത് പുറത്തു വരാതിരിക്കാൻ ആത്മഹത്യ ചെയ്തതുമാവാം എന്ന് ആ വൈഷ്ണവിയും ഹീറോയും ചിന്തിക്കുന്നു. ഈ സമയം സ്റ്റീഫന് പാണ്ഡ്യയുടെ കോൾ വരുന്നു. ആ 3ാമനെയും നമ്മൾ പിടിച്ചു. അവന്റെ കഥ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നയാൾ പറയുന്നു. ശരി എന്ന് സ്റ്റീഫൻ പറയാണ്. ആ ചെറിയ കുട്ടിക്ക് അനീതി ചെയ്ത 3 പേരെയും ഇവർ കൊന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ആ ചെറിയ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ആ കളിപ്പാട്ടത്തിൽ ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്. അതിൽ എന്തോ ഒന്ന് പ്ലേ ആവുന്നുണ്ട്. അത് കേട്ട സ്റ്റീഫൻ ശരിക്കും ഞെട്ടിപ്പോവാണ്. അതുപോലെ വൈഷ്ണവിയോട് സംസാരിച്ചു കൊണ്ടുവരുമ്പോൾ ഹീറോയ്ക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നു. എന്താണെന്ന് വെച്ചാൽ സ്റ്റീഫന്റെ കൂടെ ആ ചെറിയ കുട്ടി പോകുന്നത് എന്റെ മകൾ കണ്ടു എന്ന് അവർ പറഞ്ഞല്ലോ. അവർക്ക് എങ്ങനെ അത് കാണാൻ കഴിയും? സ്റ്റീഫനെ കാണാൻ ആ കുട്ടി സ്റ്റീഫന്റെ കൂടെ പോയിട്ടില്ലല്ലോ, ഒറ്റയ്ക്കല്ലേ പോയത് എന്ന് ഹീറോ ചിന്തിക്കുന്നു. ഇപ്പോൾ ആ രൂപ എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോൾ അവർ ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരിക്കുകയാണെന്ന് അറിയുന്നു. അവരെ കാണാൻ ഹീറോ വേഗം ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നു. വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. അവർ തുറക്കുന്നില്ല. നോക്കുമ്പോൾ അവർ പുറത്ത് തന്നെ ഇരിക്കുകയാണെന്ന് മനസ്സിലാവുന്നു. നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, ഇരിക്കെ എന്നവർ പറയുന്നു. ഹീറോയും മുമ്പിൽ ഇരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്തത്? സത്യം പറ എന്ന് ഹീറോ ചോദിക്കുന്നു. ഞാനെല്ലാം പറയാന്ന് പറഞ്ഞ് അവരും നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. അന്ന് ആ ഫംഗ്ഷനിൽ ഇവർ ഡാൻസ് ചെയ്തല്ലോ, അത് മുകളിൽ നിന്നും വീഡിയോ എടുക്കാൻ വേണ്ടി മകൾ പൂജയും ഫ്രണ്ട് പൂർണ്ണയും പോയിരുന്നു. 2 പേരും മുകളിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മദ്യലഹരിയിലുള്ള ആ ബാച്ചിലേഴ്സിൽ ഒരുവൻ മുകളിലുണ്ട്. അവന്റെ കയ്യിൽ ഒരു നായയുണ്ട്. എന്റെ നായയെ നിങ്ങൾ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തോ എന്നവൻ ചോദിക്കുന്നു. അതെ, വളരെ ക്യൂട്ടായിരുന്നു, അതുകൊണ്ടാണ് ഫോട്ടോ എടുത്തതെന്ന് അവർ പറയുന്നു. ഓഹോ, എന്റെ ഡോഗിനെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായോ?
എങ്കിൽ ദാ ഡോഗിന്റെ കൂടെ കളിച്ചോ എന്ന് പറഞ്ഞ് അവൻ ഡോഗിനെ അവരുടെ മുഖത്തേക്ക് കാണിച്ച് പേടിപ്പിക്കുന്നു. അവരെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഒടുവിൽ ഡോഗിനെ എടുത്ത് അവൻ അവിടെ നിന്നും പോകുന്നു. അവൻ കളിയാക്കിയത് കാരണം പൂജ ഭയങ്കരമായി സങ്കടപ്പെട്ട് കരയുന്നു. ഇവളെന്താണ് കരയുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോഴാണ് പൂർണ്ണ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. ശരി, സാരമില്ല, വാ പോവാന്ന് പറഞ്ഞ് അമ്മ രൂപ അവളെ കൊണ്ടുപോകുന്നു. അങ്ങനെ പോകുമ്പോൾ ആ ചെറിയ കുട്ടിയുടെ കയ്യിൽ ഒരു ഡോഗുണ്ട്. പക്ഷെ അത് സ്റ്റീഫന്റെ ഡോഗാണ്. എന്നാൽ അമ്മ അത് തെറ്റിദ്ധരിക്കുന്നു. ആ ബാച്ചിലേഴ്സ് പയ്യന്റെ ഡോഗാണെന്ന് കരുതി അവരതിനെ മുകളിൽ നിന്നും താഴേക്ക് എറിയാൻ നോക്കുന്നു. അപ്പോൾ ആ ചെറിയ കുട്ടി ആ ഡോഗിന്റെ കയറിൽ പിടിക്കുന്നു. അങ്ങനെ ആ ചെറിയ കുട്ടി മുകളിൽ നിന്നും താഴേക്ക് വീഴുന്നു. ആന്റി, എന്താണ് ആന്റി ചെയ്തതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊന്നും മറച്ചു വെക്കണമെന്ന് രൂപ തീരുമാനിക്കുന്നു. ആ ചെറിയ കുട്ടിയുടെ ബോഡി അവരൊരു സ്യൂട്ട് കേസിലാക്കി ക്യാമറയിൽ പെടാത്ത വഴിയിലൂടെ പുറത്തു കൊണ്ടുപോയി വെക്കുന്നു. രാവിലെ അവരും ബോഡി അവിടെയുണ്ട് എന്ന് പോലീസിനോട് പറയുന്നു. എന്നാൽ ആ പൂർണ്ണ ഇപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്റി, എനിക്ക് പേടിയാണോ, പോലീസിനോട് എല്ലാം പറയാമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവളെ കൊല്ലണമെന്ന് കരുതി അവളെ വെള്ളത്തിൽ മുക്കിക്കൊന്നത് ഇവർ തന്നെയാണ്. ഇതിൽ എങ്ങനെയെങ്കിലും സ്റ്റീഫനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റീഫന്റെ മേൽ സംശയം വരുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇവർ ചെയ്തത്. ഇതാണ് സംഭവിച്ചതെന്ന് അവർ ഹീറോയോട് പറയുന്നു. നീ കുറച്ചു നേരം നിൽക്ക്, ഞാൻ നിന്റെ കൂടെ വരാം, ഞാൻ അകത്ത് പോയി ഒരു സാധനം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോന്നു. അങ്ങനെ പോകുന്നവരെ പെട്ടെന്ന് കാണാതെ വന്നു. എവിടെ പോയെന്ന് നോക്കുമ്പോൾ ഒരു റൂമിൽ കയറി വാതിലടയ്ക്കുന്നു. ജനലിലൂടെ ഹീറോ നോക്കുമ്പോൾ വാതിലടച്ചവർ ബെഡിൽ കിടക്കുന്ന മകളെയും തന്നെയും തീ വെച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, നിർത്തുമെന്ന് പറഞ്ഞ് ഹീറോ വാതിൽ പൊളിച്ച് അകത്തേക്ക് വരുന്നു. ഹീറോ അകത്ത് വരുമ്പോഴേക്കും അവർക്ക് തീ പിടിച്ചിരുന്നു. പക്ഷെ മകൾ കുറച്ച് സേഫായ സ്ഥലത്താണ്. ആ കുട്ടിയെ രക്ഷിക്കണമെന്ന് കരുതി ഹീറോ അവളെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്നു. ആ കുട്ടി മയക്കത്തിലാണ്. എങ്ങനെയോ അവളെ രക്ഷിച്ചല്ലോ എന്ന് ഹീറോ സമാധാനിക്കുന്നു. ആ കുട്ടിയെ കാറിൽ കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ ഹീറോയ്ക്ക് സ്റ്റീഫന്റെ കോൾ വരുന്നു. സ്റ്റീഫൻ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അത് കേട്ട് ഹീറോയുടെ മുഖഭാവം മാറുന്നു. സ്റ്റീഫൻ കണ്ടുപിടിച്ച കാര്യം ഇപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത്. ആ കളിപ്പാട്ടത്തിൽ ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. കുറച്ച് ഫോഴ്സോടെ താഴെ വീണാൽ മാത്രമേ റെക്കോർഡിംഗ് തുടങ്ങുകയുള്ളൂ. അങ്ങനെ റെക്കോർഡായ ഒരു കാര്യം പ്ലേ ആവുന്നുണ്ട്. ആ വോയിസ് കേട്ടിട്ട് എവിടെയോ കേട്ടതുപോലെ തോന്നുന്നു. അത് പൂജയുടെ വോയിസ് ആണെന്ന് അവന് മനസ്സിലാവുന്നു. കാരണം പൂജ ഇന്ന് തന്നെ ഇടിച്ചിട്ടിട്ട് സോറി പറഞ്ഞിരുന്നല്ലോ, ഇത് ആ വോയിസ് തന്നെയാണല്ലോ എന്ന് സ്റ്റീഫൻ ഞെട്ടുന്നു. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമായി നമ്മളെ കാണിക്കുന്നത്. ആ ബാച്ചിലേഴ്സ് പയ്യൻ നായയെ കാണിച്ച് കളിയാക്കി പോയല്ലോ. ഇതിൽ പൂജയ്ക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. താഴെ വരുമ്പോൾ ആ ചെറിയ കുട്ടിയുടെ കയ്യിൽ ഒരു ഡോഗ് ഉണ്ടായിരുന്നു. ഇതാണ് ആ ഡോഗ് എന്ന് കരുതി ഈ ഡോഗിനെ മുകളിൽ നിന്നും താഴെ എറിയണമെന്ന് കരുതി അവൾ അതിന്റെ മുകളിൽ കൊണ്ടുപോയി എറിയുന്നു. എന്നാൽ ആ ചെറിയ കുട്ടി ഡോഗ് ഡോഗ് എന്ന് പറഞ്ഞ് അതിന്റെ കയറിൽ പിടിക്കുന്നു. അപ്പോൾ അവളും സ്ലിപ്പായി മുകളിൽ നിന്നും താഴേക്ക് വീഴുന്നു. ഇത് കണ്ട പൂജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് ഡോക്ടർ മുകളിലേക്ക് വരുമ്പോൾ ഈ അമ്മ ഹൾക്ക് മാസ്ക് വെച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഹൾക്ക് മാസ്ക് ഈ കുട്ടിയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. ഈ കുട്ടിയാണ് അത് അവിടെ വെച്ചത്. ശരിക്കും ആ ബോഡി എങ്ങനെ മറയ്ക്കണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് വീടിനുള്ളിൽ തന്നെ കൊണ്ടുവച്ചു. ഇത് കണ്ട അമ്മ ഞെട്ടുകയാണ്. അമ്മേ, ഞാൻ അറിയാതെ ചെയ്തു പോയി, എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞ് പൂജ ചോദിക്കുന്നുണ്ട്. ശരി, നമ്മുടെ മകൾക്ക് വേണ്ടി നമുക്കത് ചെയ്യാമെന്ന് കരുതി അവരും അതിനെ ഒരു ലഗേജ് ആക്കി പുറത്തു കൊണ്ടുപോയി വെക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും കുട്ടിയെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ സങ്കടം കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തന്റെ മകളാണത് ചെയ്തതെന്ന് പോയി പറയാമെന്ന് അവർ ചിന്തിക്കുന്നു. ഈ സമയത്താണ് പൂജയുടെ ഫ്രണ്ട് പൂർണ്ണ, ആന്റി, ഇതൊന്നും ശരിയല്ല, നിങ്ങളുടെ മകളാണിത് ചെയ്തതെന്ന് എല്ലാവരോടും പറയാമെന്ന് പറയുന്നത്. ഇത് കണ്ട പൂജയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. അമ്മയും പൂജയെ പോലീസിൽ ഏൽപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് ഹീറോയെ കാണാൻ വന്നത്. എന്നാൽ ആ കുട്ടി, എന്നെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചത്തുപോകും, പിന്നെ ഞാൻ നിങ്ങളുടെ മകളല്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റിയെടുക്കുന്നു. അതുകൊണ്ടാണ് അവർ പറയാൻ വന്നത് പറയാതെ സ്റ്റീഫനാണ് ആ കുട്ടിയെ കൊണ്ടുപോയതെന്ന് കള്ളം പറഞ്ഞത്. ആ പൂർണ്ണ എന്ന കുട്ടിയെ കൊന്നതും ഈ പൂജ തന്നെയാണ്. അതുപോലെ മുകളിൽ നിന്നും താഴേക്ക് എറിയുമ്പോൾ ആ കളിപ്പാട്ടം ഓണായി അവൾ പറയുന്നതെല്ലാം റെക്കോർഡായിരുന്നു. കളിപ്പാട്ടത്തിലെ റെക്കോർഡിംഗ് കേട്ടതിന് ശേഷം സ്റ്റീഫൻ ഈ കുട്ടിയെ കാണാൻ വന്നിരുന്നു. അവൾ സ്റ്റീഫനെ ലോക്ക് ചെയ്തു വെച്ചു. അവിടെ നിന്നാണ് സ്റ്റീഫൻ ഹീറോയെ വിളിച്ച് സംസാരിക്കുന്നത്. അതുപോലെ ആ അമ്മ മകളെയും ചേർത്ത് കൊല്ലാൻ ശ്രമിച്ചതിന് ഒരു കാരണമുണ്ട്. മകളാണല്ലോ ആ തെറ്റ് ചെയ്തത്, ആ തെറ്റിന് ഞാനും കാരണക്കാരിയാണ്, അതുകൊണ്ട് രണ്ടുപേരെയും തീ വെച്ച് കൊല്ലാമെന്ന് അവർ കരുതി. എന്നാൽ ഹീറോ ആ കുട്ടിയെ രക്ഷിച്ചു. ഇപ്പോൾ സ്റ്റീഫൻ മുഖേന ഈ കുട്ടിയാണ് ഇതിനെല്ലാം പിന്നില്ലെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ ആ കുട്ടിയും കണ്ണു തുറന്ന് വളരെ വില്ലത്തരത്തോടെ നോക്കിച്ചിരിക്കുന്നു. അതായത് ഹീറോയെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പോവാണെന്ന രീതിയിൽ കാണിച്ച് ശരിക്കും അറ്റാക്ക് ചെയ്യുന്നതായി കാണിക്കാതെ ആ ചിരിയിൽ സിനിമ അവസാനിപ്പിക്കുകയാണ്. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.